ഇത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് സാധാരണ ഒരു കമ്പാർട്ട്മെന്റ്, ജനറൽ കമ്പാർട്ട്മെന്റിലല്ല, ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ശ്രീമതി ദീപ്തി അതിനകത്തൊരു തിരുത്തുണ്ട്. അതായത് ജനറൽ കമ്പാർട്ട്മെന്റിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യം ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്നായിരുന്നു വന്നത്. പക്ഷെ ഇപ്പോൾ MLA അടക്കം സ്ഥിരീകരിച്ചത് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇത് നടന്നതെന്നാണ്. അതെ, ആയിക്കോട്ടെ. ഇനിയിപ്പോ ജനറൽ കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ കൂടി നമ്മൾ ഇതിനു മുൻപുണ്ടായ സൗദിയുടെ ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളിൽ സുരക്ഷിതത്വത്തെ കുറിച്ച് പറയുകയും അത്തരം കാര്യങ്ങൾ കൂടുതലായി വേണമെന്ന് പറയുകയും അതിൻ്റെ അകത്ത് ഇടപെടലുകൾ ഉണ്ടായെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ധൈര്യമായിട്ട് സ്ത്രീകൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് എത്ര സംഭവങ്ങൾ ഉണ്ടായാലും ഇതൊന്നും റെക്ടിഫൈ ചെയ്യുവാൻ, ഇതൊന്നും ശരിയായ രീതിയിലൊന്ന് മോണിറ്റർ ചെയ്യുവാനോ അത്തരം നടപടികൾ എടുക്കുവാനോ ഇപ്പോഴും റെയിൽവേ തയ്യാറാകുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് ശക്തമായ ഇതിനോടുള്ള ഒരു പ്രതിഷേധം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട്. രാത്രിയും പകലും ഒക്കെ ജോലിക്കാരായ സ്ത്രീകൾ പകൽ മാത്രമല്ല രാത്രിയിലും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പൊ മദ്യപിച്ച് കയറി ഇത്തരത്തിൽ നമുക്കറിയത്തില്ല അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായോ എന്നുള്ളത്. സത്യം ഇപ്പൊ ന്യൂസ് ജസ്റ്റ് അറിഞ്ഞതേ ഉള്ളൂ, എന്തൊക്കെയാണ് നടന്നതെന്നുള്ള അറിയില്ല. എന്തൊക്കെയായാലും ജനറൽ കമ്പാർട്ട്മെന്റിലായാലും അത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അവിടെ അതിനകത്ത് ചോദിക്കാനോ മോണിറ്റർ ചെയ്യാനോ ആരുമില്ല എന്ന് പറയുന്നത് തീർത്തും ആശങ്കാജനകമായ ഒരു കാര്യമാണെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള ഒരു വ്യക്തി മദ്യപിച്ച് ലക്കേട്ട ഇയാൾക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് നമ്മുടെ റിപ്പോർട്ടർ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരാൾ റെയിൽവേ സ്റ്റേഷനകത്ത് കടക്കണം, ടിക്കറ്റ് എടുക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാർ ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ടായിരിക്കില്ല ആ കയറിയിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നടക്കാൻ പോലും കഴിയാത്ത ഇയാളെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ല, അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയതിനു ശേഷം മറ്റുള്ള യാത്രക്കാർ ഇടപെടുകയൊന്നും ഇതിൽ ചെയ്തിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. അതെ അതെ, അത് തന്നെയാണല്ലോ ഇത് മുൻകാലങ്ങളിൽ ഇത് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇത് ട്രെയിൻ യാത്രയിൽ അത് ഇത്തരക്കാർക്ക് കയറാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളത്. ഞാൻ പറയുന്നത് സുരക്ഷ കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. സുരക്ഷ എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനുള്ളിൽ ഇപ്പൊ പല ട്രെയിനുകളിലും പോലീസുകാര് കമ്പാർട്ട്മെന്റുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ നമ്മൾ ട്രെയിൻ യാത്രയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ റെയിൽവേ സ്റ്റേഷനകത്തും പ്ലാറ്റ്ഫോമിലും ഒക്കെ ഇത്തരത്തിലുള്ള സുരക്ഷ കൃത്യമായി വേണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഒരു കൃത്യമായി ഇത് ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം ചർച്ചകൾ വരുന്നത്. ഓരോ അപകടം ഇപ്പൊ നോക്കൂ, ആ പെൺകുട്ടിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ ജീവൻ പോലും അപകടത്തിലാകുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്ങനെയാണ് പെൺകുട്ടികളെ എങ്ങനെയാണ് വെളിയിലേക്ക് വിടാൻ കഴിയുന്നത്? പുറത്തേക്ക് പോകാൻ പോലും ഒരു സ്വാതന്ത്ര്യമായിട്ടൊന്ന് യാത്ര ചെയ്യാൻ പോലും നമുക്ക് കഴിയാത്ത ഒരു സുരക്ഷിതത്വമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് എന്നുള്ളത് തീർത്തും വേദനാജനകമായ ഒരു കാര്യമാണ്. ഇതിനകത്ത് കൃത്യമായ നടപടി ഉണ്ടാവണം. ഇവിടെ ആരെയെങ്കിലും ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ റെയിൽവേ പോലീസ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകേണ്ടതായിരുന്നല്ലോ. ഇപ്പൊ ട്രെയിനിനുള്ളിൽ തന്നെ സുരക്ഷിതത്വം കൂടുതൽ ശക്തമാക്കി എന്നുള്ളതാണ് റെയിൽവേ കുറെ കാലം മുമ്പൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാരാണ് ഇതിന്റെ ഉത്തരവാദി? ഈ സമയത്ത് എന്തുകൊണ്ടാണ് അവിടെ മറ്റാരും കാണാതെ പോയത്? റെയിൽവേ പോലീസോ ആരും അതിൻ്റെ അകത്ത് ഉണ്ടാവാതിരുന്നത് എന്തുകൊണ്ടാണ്? ആ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകണം എന്നുള്ളത് ഒരു കാര്യം. ശിക്ഷാ നടപടി ഉണ്ടായാൽ മാത്രം പോരാ, ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കുറേയും കൂടി ശക്തമായി എടുക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ നമുക്ക്.